അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. രേണുവിന് കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് ശരി എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. ചേർന്നിട്ടാണ് കല്യാണം താലികെട്ട് നടത്തിയെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി, അതായത് രണ്ടാമത്തെ ഭാര്യ, പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു പെണ്ണിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയോടുകൂടി കാണാനായിട്ട് ഇടയുണ്ടായി. അതിനെ തുടർന്ന് ആ ആരോപണങ്ങൾക്കോ പ്രത്യാരോപണങ്ങൾ എന്ന രീതിയിലോ തെളിവുകൾ നിരത്തിക്കൊണ്ടോ കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന രേണു സുധിയുടെ ഒരു വീഡിയോയും രാത്രിയോടുകൂടി വന്നിട്ടുണ്ട്. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ചധികം ക്ലിപ്പിംഗ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിനായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിനോട് എത്രത്തോളം ഔചിത്യബോധത്തോടു കൂടിയാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ഡയറക്റ്റ് സംസാരിച്ച് നിങ്ങൾക്ക് തമ്മിൽ ഒരു ധാരണയിൽ എത്തിത്തീർക്കാവുന്ന പല കാര്യങ്ങളുമാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇടുമ്പോഴത്തേക്കിന് ഇതിനകത്ത് അവിഹിതമുണ്ട്, ഒരു വ്യക്തിയുടെ ജീവിതം തകരാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. അതായത് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ പേര് വെളിപ്പെടുത്താനാവാത്ത വ്യക്തിയുടെ ജീവിതം തകരാനുള്ള മെയിൻ കാരണം രേണുസുധിയാണ്. രേണുസുധിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധമാണ് ഈ ഒരു ബന്ധം ഇവർക്ക് ഇല്ലാതാവാനായിട്ട് കാരണമായത് തുടങ്ങിയ ആരോപണങ്ങളെ ശരിവെക്കുന്ന തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ അതിന് ഈ പറയുന്ന രേണുസുധിക്ക് പറയാനുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആദ്യം ഈ പേര് വെളിപ്പെടുത്താനാവാത്ത വ്യക്തിയെ എപ്പോഴാണ് കല്യാണം കഴിച്ചത്, എവിടെ വെച്ചാണ് കല്യാണം കഴിച്ചത്, ഏത് വർഷമാണ് കല്യാണം കഴിച്ചത്, കല്യാണം കഴിക്കാൻ ഇടയുണ്ടായ സാഹചര്യം എന്താണ്, അതെല്ലാം ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന്, അത് വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി, എന്നോട് ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇവള് ചേച്ചിയോട് പറഞ്ഞു, അറിയാം എന്നിങ്ങനെ. ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ ഓക്കെ, ഇതൊരു രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണമാണ്. ഈ ഒരു സംഭാഷണത്തെ തുടർന്ന് നിങ്ങൾക്ക് അവരെ വിളിക്കായിരുന്നു, അവരുടെ ഫോണിൽ വിളിക്കായിരുന്നു, നിങ്ങളുടെ കയ്യിൽ ഈ തെളിവുകളുണ്ട്, ഇനി മേലെ ഇതുപോലെ പറഞ്ഞ് നടക്കരുത് എന്ന് നിങ്ങൾക്ക് ഒരു വാണിംഗ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ആ മരിച്ചുപോയ വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തിയുടെ ജീവിതം എന്തായിരുന്നു എന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതിനകത്തും എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു പ്രായം മുതലേ കാണുന്നതാണ്. എൻ്റെ വീട് കൊല്ലമാണ്, അദ്ദേഹത്തിന്റെ വീടും കൊല്ലമാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ വീട് പോളയത്തോട് ചായക്കടമുക്കിലാണ്. എൻ്റെ വീടും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിനകത്ത് വ്യത്യാസമേ ഉള്ളൂ. ഈ പേര് വെളിപ്പെടുത്താനാവാത്ത വ്യക്തിയെ ഞാൻ കണ്ടിട്ടുള്ളതാ. അതിന് മുമ്പ് ശാലിനി ഉണ്ടായിരുന്നു, ശാലിനിയെ കണ്ടിട്ടുള്ളത് തന്നെ. ഈ രേണുസുധിയെ മാത്രമേ ഉള്ളൂ നമ്മൾ കാണാത്തത്. കാരണം പുള്ളിക്കാരി ഇവിടെ ആയിട്ടൊരു ബന്ധമില്ല, കോട്ടയം ആയതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ഓപ്പൺ അപ്പ് ചെയ്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ഒരു ചർച്ചാ വിഷയത്തിലേക്ക് കൊണ്ട് എത്തിക്കാതിരിക്കായിരുന്നു. ഓക്കെ, ബാക്കി കൂടെ നോക്കാം. 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു, പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26-ാം തീയതി ആയിരുന്നു. 2012 ലാസ്റ്റ്. ഓക്കെ. അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. ഇവര് പറയുന്നത് കേട്ടാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇവർ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ ഒരുപോലെ തന്നെ വർക്ക് ചെയ്തിരുന്ന രണ്ടുപേരാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് കല്യാണം കഴിക്കുന്നു.
എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു ബന്ധത്തിനകത്ത് ചെറിയൊരു വിള്ളൽ സംഭവിക്കുന്നു. ആ വിള്ളൽ സംഭവിക്കാൻ ഇടയുണ്ടായ കാര്യം രേണുക സുധിയാണെന്ന് ഇവർ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ രേണുക സുധി മാത്രമല്ല, അതിൽ കൂടുതൽ ആൾക്കാരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് ഇവരിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്തേക്കാം. അതും കൂടെ കണ്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം. നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി, അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കയ്യിൽ നിന്ന് കടം മേടിക്കും. എല്ലാവരും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക്. ഈ കടം മേടിക്കുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ മദ്യപിക്കുമായിരുന്നു അദ്ദേഹം. നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അത്യാവശ്യം നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ ഒരു സമയത്ത് നടന്നിട്ടുള്ളതാ, പല കാര്യങ്ങൾക്കും പല പരിപാടികൾക്കും എല്ലാം അദ്ദേഹത്തിനൂടെ പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. റിഹേഴ്സലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരന്റെ മെസ്സേജ് കണ്ടു. അതിന് ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണം അല്ലെ പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാരത്തി ചോദിക്കുമായിരുന്നു. അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. അതായത് ഇവര് പറയുന്നത് ഈ കല്യാണം കഴിച്ചു എന്ന് അറിയാഞ്ഞിട്ടും ആ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് ഇടിച്ചു കയറി വന്നൊരു വ്യക്തിയാണ് ഈ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി. ഓക്കെ, പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് പിന്നെ പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടത്തിയൊക്കെ വിളിച്ചു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ ആൾ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ, കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും. ഈ പറയുന്ന ആരോപണങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. കാരണം ആ ഒരു വ്യക്തി മരിച്ചുപോയൊരു വ്യക്തിയാണ്. നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് അതിപ്പം ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് നമുക്കത് കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു ശരി എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചിട്ടോ ഒന്നും കിട്ടുന്നില്ല. കാരണം ആ ഒരു വ്യക്തി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ ഈ ഭാര്യ എന്ന നിലയിലുള്ള നിങ്ങളെ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലെ തെളിവുകളെല്ലാം നിങ്ങൾക്ക് എടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജീവിത രീതി എന്താണെന്ന് ഇപ്പം എടുത്തു വെച്ച് എക്സ്പോസ് ചെയ്യുന്നതിനകത്ത് എത്രത്തോളം ഔചിത്യബോധം ഉണ്ടെന്ന് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ലീഗലി അദ്ദേഹത്തെ മാരേജ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി രേണു ലീഗലി മാരേജ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യത്തെ വ്യക്തി ഡിവോഴ്സ് ആയിട്ടുണ്ടെന്നും ഇതിനകത്ത് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾക്കെല്ലാം ഓപ്പോസിറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നതെന്നാണ് രേണു സുധി അവകാശപ്പെടുന്നത്. അവർ കൃത്യമായിട്ട് അവരുടെ തെളിവുകളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെ വന്നിട്ടാണ് ഒരു മീഡിയയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഫോണിൽ സംസാരിച്ച ഈ പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു പെൺകുട്ടി സത്യം പറഞ്ഞാൽ വെറും ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിച്ചു വിടുന്നത്. വ്യക്തമായൊരു തെളിവുകളൊന്നും ആ ചാനൽ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വിടുന്നില്ല. അവർ പറയുന്നു ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് മുന്നിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പം നമുക്കിനി രേണു സുധിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലീഗലി ഉള്ള ഭാര്യ ആരാണ്? കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിക്കാതുള്ള ജീവിതമായിരുന്നോ? കുട്ടികൾ ആരുടേതാണ്? ഈ പറയുന്ന വീണ എന്തിനാണ് ഇങ്ങനെ പറയാനിടയുണ്ടായ സാഹചര്യം? കുറച്ച് കാര്യങ്ങളും കൂടി അത് ഉൾപ്പെടുത്താം. ചേർന്നിട്ടാണ് കല്യാണം താലികെട്ട് നടത്തിയെന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലീഗലി അത് കഴിഞ്ഞിട്ടാണ്, വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്. അതെ, ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
ഉണ്ട്. കാരണം ഞാനിതിപ്പോൾ ചോദിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് കമന്റ്സ് നേരിടുന്നത് തന്നെ സുധിയുടെ വൈഫാണ്. സുധിയുടെ വൈഫ് അങ്ങനെ കാരണം സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം ഇത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. എനിക്ക് ഞാൻ ഇപ്പം തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസ് ദാസ്, രേഷ്മ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് തന്നെ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷികൾ സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു KJ, അതായത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, സൂചന അളിയാന്ന് വിളിക്കുന്നത് ലിബു KJ, ചേട്ടാപ്പിന്ന് ഞാൻ വിളിക്കുന്നത്. പിന്നെ അടുത്ത ബിന്ദു സെബാസ്റ്റ്യൻ, എൻ്റെ അമ്മയുടെ അനിയത്തി. അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ്, എൻ്റെ അമ്മയുടെ ആങ്ങളയായിട്ട് വരും. ഈ 3 പേരാണ് ഇതേണ്ടത് ഞങ്ങളുടെ സാക്ഷികൾ. ഇതാണ് ഞങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ്. ഇതിപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്, ദ 4th ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954. ഇത് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ, സുധിച്ചേട്ട വൈഫാന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഇനി എനിക്ക് ഇത് കാണിക്കേണ്ട വന്ന്, ഇത് കാണിക്കാതിരിക്കുവായിരുന്നു ഇത്ര നാൾ. പറച്ചിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇതെനിക്ക് കാണിക്കേണ്ട വന്ന്. ഈ രേഷ്മ എന്നുള്ള രേണു സുധി തന്നെയാണ് രേഷ്മ. അതിന്റെ ഒഫീഷ്യൽ നെയിമാണ്. എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചർ ഇട്ട പേരാണ് രേണു തന്നെയാണ് എൻ്റെ ഒറിജിനൽ നെയിം. പക്ഷേ ടീച്ചർ ഇട്ട പേരാണ് രേഷ്മ. അത് സർട്ടിഫിക്കറ്റ് രേഷ്മ എന്ന് വന്നു. പക്ഷേ എൻ്റെ സുധിച്ചേട്ടൻ്റെ രേഷ്മ എന്നുള്ള പേരിനേക്കാളും ഇഷ്ടം രേണു എന്നായിരുന്നു. അതുകൊണ്ട് രേണു സുധി എന്നറിയപ്പെട്ടു. രേണു സുധി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ രേഷ്മ തങ്കച്ചൻ, അല്ലാണ്ട് രേണു സുധി തന്നെയാണ് ബാക്കി എല്ലായിടത്തും. രേണു സുധി ഇപ്പൊ വന്ന് സംസാരിക്കുന്നത് വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ടാണ്. ആദ്യത്തെ വീഡിയോയിൽ കണ്ട ഒരു വ്യക്തി വ്യക്തമായ തെളിവുകളില്ല, തെളിവുകൾ എന്റെ പക്കലുണ്ട് എന്ന് അവകാശപ്പെടുത്തുകൊണ്ടാണ്. ഇപ്പൊ ലീഗലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഭാര്യ ആരാന്ന് ചോദിച്ചാൽ രേണു സുധി തന്നെയാണ്. മറ്റേ വ്യക്തി ഭാര്യ ആയിരുന്ന ഒരു വ്യക്തിയാണ്, ഡിവോഴ്സ് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.